What's up guys? Welcome to our channel. Hello friends, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി പ്രീവിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്ത ഒരു വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ്. അതായത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫുൾ ബോഡി, നമ്മുടെ എൻറ്റയർ ബോഡിനെ ഫുള്ള് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ടിനെ കുറിച്ച്. അതായത് നമുക്ക് ഏറ്റവും വീട്ടിലിപ്പം എത്ര ബിഗിനർ ആണെങ്കിലോ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലോ അല്ലെങ്കിൽ എക്സ്പേർട്സ് ആണെങ്കിലോ എല്ലാവർക്കും ഹൈലി എഫിഷ്യൻ്റ് ആയിട്ട് വളരെ കുറച്ച് സമയം, ഒരു 2-3 മിനിറ്റ് മാത്രം എടുത്ത് നമ്മുടെ ബോഡിനെ കംപ്ലീറ്റ് ആയിട്ട് ട്യൂൺ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ബൈസെപ്സിനെയും ട്രൈസെപ്സിനെയും നമ്മുടെ ചെസ്റ്റ് മസിൽസിനെയും അതുപോലെ നമ്മുടെ കോർ മസിൽസിനെയും നമ്മുടെ ഒബ്ലിക്സ്, അങ്ങനെ നമ്മുടെ കംപ്ലീറ്റ് മസിൽസ്, ലെഗ്സ് മസിൽസിനെ അടക്കം ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ വർക്കൗട്ട്. അതായത് പ്ലാങ്ക്സ് എന്ന് പറയുന്ന വർക്കൗട്ടിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ ഐ ബട്ടണിൽ ഇവിടെ ആഡ് ചെയ്യാം. നിങ്ങൾ ആ വീഡിയോ ചെക്ക് ചെയ്യാൻ ശ്രമിക്കും. അപ്പം എങ്ങനെയാണ് പക്കായിട്ട് നമ്മുടെ ബോഡിയിലേക്ക് ഈ പ്രോപ്പർ നമ്മുടെ കംപ്ലീറ്റ് ബോഡി മസിൽസിനെയും നമ്മൾ ആ വീഡിയോയ്ക്ക് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കോർ മസിൽസിനെ, അതായത് നമ്മുടെ ആബ്സ് മസിൽസിനെ ആക്ടിവേറ്റ് ചെയ്യാൻ നമ്മുടെ ക്രഞ്ചസ് എന്ന് പറയുന്നത് നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്യുന്ന ആബ്സ് വർക്കൗട്ടായ ക്രഞ്ചസിനേക്കാൾ കൂടുതൽ നമ്മുടെ ആബ്സിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ടാണ് പ്ലാങ്ക്സ് എന്ന്. അപ്പോൾ ആ കറക്റ്റ് എഫക്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ പ്ലാങ്ക്സ് ചെയ്യുന്ന രീതിയും പക്ക ആയിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് പ്ലാങ്ക് ചെയ്യുന്നത്? പ്ലാങ്ക് വളരെ എളുപ്പമുള്ള ഒരു വർക്കൗട്ട് ആയതുകൊണ്ട് തന്നെ കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ടോപ്പ് ആയിട്ടുള്ള പ്ലാങ്ക് മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ് വരുന്നതെന്ന് ഞങ്ങൾ പറഞ്ഞു തരും. അതുപോലെ തന്നെ എങ്ങനെയാണ് പക്ക ആയിട്ടുള്ള ഒരു പ്രോപ്പർ ഫോമിൽ നിങ്ങളുടെ ഫുൾ ബോഡി മസിൽസിനെ ആക്ടിവേറ്റ് ചെയ്യിക്കത്തക്ക രീതിയിൽ പ്ലാങ്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും പ്ലാൻ ചെയ്യാൻ നേരത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം കുറേ നേരം നമ്മൾ പ്ലാൻ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം കോർ മസിൽസിനോടാണ് കൂടുതൽ ആക്ടിവേഷൻ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കാലിനും അതുപോലെ തന്നെ നമ്മുടെ നടുവിൻ്റെ ഭാഗത്തോട്ടൊക്കെ ചെറിയ വേദന വരാൻ വേണ്ടി സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ സമയം നമുക്ക് നിൽക്കാൻ പറ്റിയെന്ന് വരുന്നില്ല. അപ്പം നമ്മുടെ വിചാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ സമയം എന്തോരം സമയം നമ്മൾ ഇങ്ങനെ നിൽക്കുന്നു അതനുസരിച്ചായിരിക്കും നമുക്ക് കൂടുതൽ ആക്ടിവേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ കറക്റ്റ് ആയിട്ടുള്ള ഫോമിൽ തന്നെ കൂടുതൽ സമയം നിന്നാലേ നമുക്ക് ആ കറക്റ്റ് ആയിട്ടുള്ള എന്താ പറയുക റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ സമയം എളുപ്പത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാക്ക് കുറച്ച് പൊക്കി പിടിക്കാൻ നോക്കാറുണ്ട്. അതിന് നമ്മൾ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ ഹിപ്പ് പൊസിഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇറർ ആയിട്ടുള്ള പൊസിഷനാണ്, കറക്റ്റ് ആയിട്ടുള്ള പൊസിഷൻ അല്ല. അപ്പോൾ അങ്ങനെ ഹൈ ഹിപ്പിൽ നമ്മൾ നിർത്തി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആക്ടിവേഷൻ വരുന്നത് നമ്മുടെ ഷോൾഡറിലോട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാവും, നമ്മൾ ബാക്ക് പൊക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പല വർക്കൗട്ടുകളും ഉള്ളതാണ് ഷോൾഡറിന് വേണ്ടി ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് എന്ന് വെച്ചാൽ കുറച്ച് പൊക്കി പിടിച്ചിട്ട് നമ്മൾ വർക്കൗട്ട് നമ്മൾ കൈ താഴെ കൊത്തിയിട്ട് പുഷപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷോൾഡറിന് പിടിക്കുന്നതുകൊണ്ട് എന്നുള്ള ഒരു എഫക്റ്റ് നമ്മുടെ ഷോൾഡറിലോട്ട് മാത്രം നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫുൾ കോർ മസിൽസിന് കിട്ടുന്നില്ല, കറക്റ്റ് ആയിട്ടുള്ള ഫോം അല്ല. നമ്മൾ അങ്ങനെ എന്തോരം നേരം നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ അവോയ്ഡ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാക്ക് ഹൈ ചെയ്ത് നിർത്തുന്ന ആ ഒരു പൊസിഷൻ അത് അവോയ്ഡ് ചെയ്യുക. അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന കോമൺ ആയിട്ട് വരുന്ന ഒരു പ്ലാങ്കിന്റെ മിസ്റ്റേക്ക് ആണ് നമ്മൾ ആർച്ച്ഡ് ബാക്ക് എന്ന് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഹിപ്പ് ഹൈ ആയിട്ട് വയ്ക്കുക എന്നുള്ളതാണ്. അതായത് ഹിപ്പ് നിങ്ങൾ മുകളിലേക്ക് പൊക്കി വയ്ക്കുന്നു. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ് ആർച്ച്ഡ് ബാക്ക് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ബാക്ക്, അതായത് എസ്പെഷ്യലി നിങ്ങളുടെ ലോവർ ബാക്ക് ഓവറായിട്ട് ആർച്ച് വരുന്നു. നമ്മൾ റെഗുലർ ആയിട്ട് നമ്മൾ നേരത്തെ തന്നെ വീഡിയോ മറ്റു പല വീഡിയോയ്ക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലോവർ ബാക്കിന്റെ ആ ഏരിയയിൽ, അതായത് ലംബാർ റീജിയൻ എന്ന് പറയും. ആ ലംബാർ റീജിയനിൽ ഓട്ടോമാറ്റിക് നാച്ചുറൽ ആയിട്ട് ഒരു ചെറിയൊരു കർവ് പോലെയുണ്ട്. ആ ഒരു നാച്ചുറൽ കർവ് നമ്മൾ നിൽക്കുമ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതുപോലെ കിടക്കുമ്പോഴും ഏത് പൊസിഷനിലാണെങ്കിലും ആ കർവ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കറക്റ്റ് പക്കായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഇത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഓവറായിട്ട് നമ്മൾ ആ ലോവർ ബാക്ക്, അതായത് നമ്മുടെ ബാക്കിൻ്റെ ഏറ്റവും അടിഭാഗമായിട്ടുള്ള ഭാഗം, ആ ഭാഗം ഓവറായിട്ട് ബെൻഡ് ചെയ്ത് വെക്കുന്നത് ഡെഫിനറ്റ് ആയിട്ടും അങ്ങോട്ട് നമ്മൾ ഈ പ്ലാങ്ക് ഒരു 10 സെക്കൻഡ്, 15 സെക്കൻഡ്, 20 സെക്കൻഡ്, അതുപോലെ 1 മിനിറ്റ് അങ്ങനെ വരെ ഹോൾഡ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യാറുണ്ട് പ്ലാങ്ക്. അപ്പോൾ അങ്ങനെ കൂടുതൽ ഹോൾഡ് ചെയ്യുമ്പം ഓവർ പ്രഷർ നിങ്ങളുടെ ലോവർ ബാക്കിലേക്ക് വരാനായിട്ട് കാരണമാകും. അതുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ഈ ആർച്ച്ഡ് ബാക്ക് ചെയ്യാണ്ടിരിക്കുക. ആർച്ച്ഡ് ബാക്ക് ചെയ്യുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളുടെ ലോവർ ബാക്കിലേക്ക് പ്രഷർ വരും. നിങ്ങളുടെ സ്പൈനിൽ ന്യൂട്രൽ പൊസിഷനിലല്ല, നിങ്ങളുടെ ബോഡി ഒരു സ്ട്രെയിറ്റ് ലൈനിലല്ല നിൽക്കുന്നത്. അങ്ങനെ പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ആർച്ച്ഡ് ബാക്ക് എന്ന് പറയുന്ന പ്രോബ്ലം നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. അടുത്ത നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്, റെഗുലറായിട്ട് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് നമ്മൾ ഷ്രഗ്ഡ് ഷോൾഡർ എന്നാണ് നമ്മളിതിനെ പറയുന്നത്. അപ്പോൾ ഷ്രഗ്ഡ് ഷോൾഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഷ്രഗ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഷോൾഡറിന് വർക്കൗട്ട് ചെയ്യുമ്പോഴാണ്. അതായത് നമ്മൾ എന്തെങ്കിലും ഡംബലോ അല്ലെങ്കിൽ ബാർബലോ ഒക്കെ എടുത്ത് ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഒരു വർക്കൗട്ടിനാണ് ഷ്രഗ്സ് എന്ന് നമ്മൾ പറയും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പ്ലാങ്ക്സ് ചെയ്യാൻ നേരത്തെ നമ്മൾ നമ്മുടെ ഷോൾഡറിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുന്നതിനാണ് നമ്മൾ ഈ ഷ്രഗ്ഡ് ഷോൾഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ നേരത്തെ നമ്മൾ പ്ലാങ്ക് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ കോൺസെൻട്രേഷൻ വരുന്ന ഏരിയകളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ കൂടുതൽ പ്രഷർ നമ്മൾ ഷോൾഡറിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ സമയം നിൽക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ പ്ലാങ്ക് കൂടുതൽ സമയം നിൽക്കാൻ വേണ്ടി തന്നെയാണ് പലരും അങ്ങനെ ചെയ്യുന്നതും. നമ്മുടെ ഷോൾഡറിലോട്ട് വെയിറ്റ് കൊടുത്തിട്ട് നമ്മളിങ്ങനെ നിൽക്കുന്നു. അത് ബാക്കിയുള്ള പോർഷനെല്ലാം കറക്റ്റ് നേരെയൊക്കെ തന്നെയായിരിക്കും. പക്ഷേ നമ്മുടെ ഷോൾഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ പ്രഷർ കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് പൊങ്ങിയിരിക്കുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഈ ഷ്രഗ്ഡ് പൊസിഷൻ നിങ്ങൾ ഒഴിവാക്കുക. അതായത് നമ്മൾ ഷോൾഡറിലോട്ട് മാത്രമല്ല നമ്മുടെ പ്രഷർ കൊടുക്കുന്നത്, നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ഗ്ലൂട്ട്സിലോട്ടും അതുപോലെ തന്നെ നമ്മുടെ
ക്വാഡ് മസിൽസിലോട്ടും അതുപോലെ നമ്മുടെ കാലുകളും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയണ്ടേ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ആപ്സ് പൊസിഷനും എല്ലാം നമ്മൾ കറക്റ്റായിട്ട് നേരെ ന്യൂട്രലായിട്ട് വെച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു വർക്കൗട്ട് കറക്റ്റായിട്ട് നമുക്ക് റിസൾട്ട്സ് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ സ്ട്രഗ്ഡ് ഷോൾഡർ എന്ന് പറയുന്ന ഈ ഒരു പ്രോബ്ലം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത് പ്ലാങ്ക് ചെയ്യുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് അടുത്ത് ഉണ്ടാക്കുന്ന ഒരു മിസ്റ്റേക്കാണ് ബെൻഡഡ് നീസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കാലിൻ്റെ മുട്ട് മടക്കി വെക്കുക. അതായത് നമ്മൾ നോർമലായിട്ട് നമ്മുടെ പ്ലാങ്ക് പൊസിഷനിൽ നമ്മുടെ കംപ്ലീറ്റ് ഫുൾ ബോഡി ഞാൻ കുറച്ചും കൂടി പറഞ്ഞ പോലെ തന്നെ സ്ട്രെയിറ്റ് ലൈനിലായിരിക്കണം നിൽക്കേണ്ടത്. അപ്പം നിങ്ങൾ ആ മുട്ട് മടക്കി വെക്കാൻ നേരത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ അനായാസമായിട്ട് ഈസി ആയിട്ട് പ്ലാങ്ക് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ ചീറ്റ് റപ്പ് ചെയ്യാൻ നേരത്താണ് ഇതുപോലെ മുട്ട് മടക്കി വെക്കാൻ നോക്കുന്നത്. അങ്ങനെ മുട്ട് മടക്കി വെക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ ക്വാഡ് മസിൽസ്, ക്വാഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തൈസിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ഭാഗം, അതായത് കാലിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ആ ഭാഗത്തേക്കുള്ള പ്രഷർ, അങ്ങോട്ടുള്ള മസിൽസിൻ്റെ ആ സ്ട്രെച്ചിങ് കുറയും. ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളുടെ മുട്ട് മടങ്ങി നിൽക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ആ മുട്ടിൻ്റെ ജോയിൻറ്റിലേക്കായിരിക്കും കൂടുതലായിട്ട് പ്രഷർ പോകുന്നത്, നിങ്ങളുടെ മസിൽസിലേക്കായിരിക്കില്ല പോകുന്നത്. എപ്പോഴൊക്കെ നിങ്ങൾ ജോയിൻറ്റുകൾ ഉപയോഗിച്ച് ലിഫ്റ്റ് ചെയ്യുന്നോ അപ്പോഴൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിപ്പോൾ ഈ പ്ലാങ്ക് മാത്രമല്ല വേറെ ഏതൊരു വർക്കൗട്ട് ആണെങ്കിലും നിങ്ങൾ ജോയിൻറ്റിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളുടെ മസിൽസിലേക്ക് ആ വെയിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന അതിൻ്റെ ആ ഒരു ഫോഴ്സും ആ ഒരു ഡിസ്ട്രിബ്യൂഷനും കുറയും. അപ്പം ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ട് മടക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാഡ്സിലേക്കുള്ള ആക്ടിവേഷൻ കുറയും. അതുകൊണ്ട് നിങ്ങൾ മുട്ട് മടക്കി വയ്ക്കുന്നത് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വയ്ക്കുക. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാലിൻ്റെ വിഡ്ത്ത്, കാൽ ഓവർ വൈഡായിട്ട് നിങ്ങൾ വെക്കാൻ നോക്കും. നിങ്ങൾ പുഷപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. കാൽ ഓവർ വൈഡായിട്ട് നമ്മൾ കാൽ അകത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുഷപ്പ് നോർമലായിട്ട് ചെയ്യാനായിട്ട് കുറച്ച് എളുപ്പമുണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ കാൽ അകത്തി വെച്ച് പുഷപ്പ് ചെയ്യും. അതുപോലെ തന്നെ പ്ലാങ്കിങ് കാൽ അകത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലായിട്ട് നമുക്ക് കുറച്ച് കൂടുതൽ സമയം പ്ലാങ്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പ്ലാങ്ക് നമ്മൾ അങ്ങനെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അതും ചീറ്റിംഗ് തന്നെയാണ് ഒരു രീതിയിലുള്ള. നമ്മൾ പ്ലാങ്കിൻ്റെ കറക്റ്റ് ലെഗ് പൊസിഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഹിപ്പ് ഉണ്ടല്ലോ, നിങ്ങളുടെ ഹിപ്പിന്റെ നേരെ വിട്ട്, അതായത് നിങ്ങളുടെ ഹിപ്പ് എന്തോരം വലിപ്പമുണ്ടോ അതിന് നേരെ വിട്ട്, ഒത്തിരി അടുപ്പിച്ച് വെക്കണമെന്നല്ല ഞങ്ങൾ പറയുന്നത്, ഹിപ്പിന്റെ നേരെ വിട്ടിലായിരിക്കണം നിങ്ങൾ കാല് പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ബെൻഡഡ് നീസും നിങ്ങൾ ഈ വൈഡായിട്ട് ലെഗ് വയ്ക്കുന്നതും ഒഴിവാക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിനി പറയാൻ വേണ്ടി പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് എങ്ങനെ ഏത് പൊസിഷനിലാണ് നമ്മൾ പ്ലാങ്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞു കൊടുക്കരുത്. നമ്മളീ പറഞ്ഞ ഇറേഴ്സ് ഒക്കെ ഒഴിവാക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള രീതിയിൽ പ്ലാങ്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ അതൊന്നുകൂടെ പറഞ്ഞു തരാം എങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു കൊടുക്കുക തന്നെ സ്ട്രെയിറ്റ് ലൈനായിട്ടായിരിക്കണം നമ്മൾ നിൽക്കുന്നത്. നമ്മൾ പൊസിഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിരിക്കണം. നമ്മുടെ ബോഡി പാർട്ടെല്ലാം സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ലൈൻ വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ആയിരിക്കും. അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാലിൻ്റെ അറേഞ്ച്മെന്റ്സ് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞുള്ളൂ. അതായത് കാൽ ഒരുപാട് അകത്തിയും വെക്കരുത്, അടുപ്പിച്ചും വെക്കരുത്. കാലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹിപ്പിൻ്റെ ആ ഒരു പൊസിഷനിൽ തന്നെ ആയിരിക്കണം കാല് വെക്കേണ്ടത്. അതുപോലെ തന്നെ കൈ വരേണ്ടതാണ് നമ്മുടെ ഷോൾഡറിന് കറക്റ്റ് താഴെ വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ കൈ ഇങ്ങനെ മടക്കി, നമ്മുടെ പ്ലാങ്ക് പൊസിഷൻ നിങ്ങൾക്ക് അറിയായിരിക്കും. അതുപോലെ ആയിരിക്കണം നമ്മൾ നമ്മുടെ കൈ അറേഞ്ച് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള പൊസിഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നടുവ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിലോട്ട് വളച്ച് വെക്കാതെ, അതുപോലെ തന്നെ താഴത്തോട്ട് കർവ് ചെയ്ത് വെക്കാതെ, ആർച്ച് രീതിയിൽ വെക്കാതെ നമ്മൾ കറക്റ്റ് ന്യൂട്രൽ ആയിട്ടുള്ള പൊസിഷനിലായിരിക്കണം വെക്കണേ. അതുപോലെ തന്നെ നമ്മുടെ മുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മടക്കരുത്. മുട്ട് മടക്കാതെ തന്നെ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്വാഡ് മസിൽസിലോട്ടും കുറേയൊക്കെ കോൺസെൻട്രേഷൻ പോകുന്നതാണ്, അല്ലെങ്കിൽ അങ്ങോട്ട് കുറേ ആക്ടിവേഷൻ ഒക്കെ പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെല്ലാം നിങ്ങൾ ക്രമീകരിച്ച് വേണം പ്ലാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ഈ ഞങ്ങൾ പറഞ്ഞ പോലെ രീതിയിൽ നിങ്ങൾ പ്ലാങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളുടെ ബാക്ക്, അതായത് നിങ്ങളുടെ ബാക്ക് മസിൽസിലേക്ക് കംപ്ലീറ്റ് ഉള്ള ആക്ടിവേഷൻ കിട്ടും. അതുപോലെ നിങ്ങളുടെ ചെസ്റ്റ് മസിൽസ്, നിങ്ങളുടെ അബ്ഡോമിനൽ ഏരിയ, അതുപോലെ നിങ്ങളുടെ കൈയുടെ മസിൽസ്, ട്രൈസെപ്സ്, ബൈസെപ്സ്, അതുപോലെ നിങ്ങളിപ്പോൾ മുട്ട് മടക്കാതെ വെക്കുന്നുണ്ട് നിങ്ങളുടെ ക്വാഡ്സ്, അതുപോലെ നിങ്ങളുടെ ഹാംസ്ട്രിങ്സ്, അങ്ങനെ എല്ലാ കംപ്ലീറ്റ് മസിൽസിനെയും സ്ട്രെച്ച് ചെയ്യിക്കുന്ന ഒരു വർക്കൗട്ടാണ് പ്ലാങ്ക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേറെ യാതൊരു, ഇപ്പോൾ ഒത്തിരി തിരക്കുള്ള ആൾക്കാർ വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തില്ലാത്ത ആൾക്കാർക്ക് പോലും നിങ്ങളുടെ ബോഡീനെ അത്യാവശ്യം ട്യൂൺ ചെയ്യാനായിട്ട്, ആക്ടിവേറ്റ് ചെയ്യിക്കാനായിട്ട് നിങ്ങൾ ഒരു മാസം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് അടിപൊളി പക്കായിട്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റി സാധിക്കും. നിങ്ങൾ ക്രഞ്ചസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ, പല വർക്കൗട്ടുകൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കലോറീസിനെ ബേൺ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ടാണ് ഈ പ്ലാങ്ക്സ് എന്ന് പറയുന്നത്. ഇനിയിപ്പം ജനറൽ ആയിട്ട് എത്ര നേരം ഹോൾഡ് ചെയ്ത് വെക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എത്രത്തോളം നേരം ഹോൾഡ് ചെയ്യുന്നു അത്രയും നല്ലതാണ്. പക്ഷേ നിങ്ങൾക്ക് ഒരു നമ്പർ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു നമ്പർ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ബിഗിനർ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളൊരു 15 സെക്കൻഡ് വെച്ച് 3 സെറ്റ് ഹോൾഡ് ചെയ്യാൻ നോക്കുക. 15 സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്നു, കുറച്ച് റെസ്റ്റ് എടുക്കുന്നു, പിന്നെ 15 സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്നു, റെസ്റ്റ് എടുക്കുന്നു, 15 സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്നു, ബിഗിനേഴ്സിന് വേണ്ടിയിട്ട്. ഇനി നിങ്ങൾ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ 30 സെക്കൻഡ് പ്ലാങ്ക് ചെയ്യുക, അങ്ങനെ 3 സെറ്റ് ചെയ്യുക. ഇനി നിങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ 1 മിനിറ്റ് തൊട്ട് അങ്ങോട്ട് നിങ്ങൾ പ്ലാങ്ക് ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് നോക്കുക. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ബോഡിക്ക് സ്ട്രെങ്ത്, ഫുൾ ബോഡി സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ ഫുൾ ബോഡി മസിൽ ഗ്രോത്തിനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കിടിലൻ വർക്കൗട്ടാണ് പ്ലാങ്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ കഴിച്ച് നമ്മൾ വീഡിയോയുടെ എല്ലാ പോർഷനും കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് പ്ലാങ്ക്സ് എന്താണ് അതിനെപ്പറ്റി ഒരു നല്ലൊരു ഐഡിയ കിട്ടിക്കാണെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. നിങ്ങൾ ഹെൽത്തി ആയിട്ടിരിക്കുക, ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. വി വിൽ സീ യു വിത്ത് അനദർ അടിപൊളി വീഡിയോ.